ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കുമ്പിളപ്പമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്, ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് റവയാണ്, അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരയാണ്, അത് വലിയ 2 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്, തേങ്ങ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 4 മൈസൂർ പാനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും വേണം. പിന്നെ ഏലക്കായ വേണം. പിന്നെ നമുക്ക് വേണ്ടതാണ് ഇത് പ്ലാവിൻ്റെ ഇല ഇങ്ങനെ ഷേപ്പാക്കി എടുത്തതാണ്. പച്ചില എടുക്കാം, പഴുത്ത ഇല എടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പാനി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്ത പഴമാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് പാകത്തിന് എടുക്കാം. റവ ഇട്ട് കൊടുക്കാം. നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഏലക്കായും കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കുമ്പിളിലേക്ക് നിറച്ച് കൊടുക്കാം. നല്ലോണം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആവിയിൽ വേവിച്ചെടുക്കേണ്ടതാണ്. ഒരു 20 മിനിറ്റ് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അങ്ങനെ 20 മിനിറ്റ് ആയിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതിൽ തന്നെ മൂടി വെക്കണം. അങ്ങനെ കുമ്പിളപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയൊരു കുമ്പിളപ്പമാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബെൽ ഐക്കൺ